കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന് തമിഴ്നാട്ടില് 50 കോടി രൂപയും എത്ര 50 ഏക്കറും 10 കോടി രൂപയും 50 ഏക്കറും 10 എനിക്കറിയാൻ വിവാദമാവുമെന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു പറയുകയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് അല്ലാഹു തആല അത്ഭുതകരമായ ഭക്ഷണം കൊടുത്തു. ബാളിയൂരിൽ നമ്മൾ ചോദിക്കുകയാണ്, ഏതെങ്കിലും മാർക്കറ്റിൽ പോകാതെ, ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ പോകാതെ, ഏതെങ്കിലും കടയിൽ ചെന്ന് സാധനം വാങ്ങാതെ പടച്ചോ നൂലിക്കെട്ടി ഇറക്കി തരുവോടോ ഭക്ഷണമെന്ന് ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് പടച്ച തമ്പുരാൻ. ആർക്കെന്നറിയോ? മൂസാ നബിയുടെ ജനതയ്ക്ക് അല്ലാഹു കൊടുത്ത ഭക്ഷണം ഏതാ? മന്ന് സൽവ എന്ന് പറയുന്ന ഭക്ഷണം ഒരുതരം കാടപ്പക്ഷിയുടെ ഇറച്ചിയാണ്, ഒരുതരം മധുരമായ പലഹാരമാണ്. ഇത് അല്ലാഹു ഇറക്കി കൊടുത്തത് ഏതെങ്കിലും മാവേലി സ്റ്റോറിലല്ല, ഏതെങ്കിലും റേഷൻ കടയിലല്ല, ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നല്ല, ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല. അല്ലാഹു ഇറക്കി കൊടുത്തത് എവിടെ നിന്നറിയോ? വൻസൽനാ അലൈഹിമുൽ മന്ന വസ്സൽവാ. ആകാശത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം ഇറക്കി കൊടുത്തു. ഇതങ്ങോട്ട് തിന്നിട്ട് ഇവരുടെ എല്ലിന്റെ ഇടയിൽ കയറാൻ തുടങ്ങി. ആ ജനത മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, പടച്ചവനോട് പറയണം, മൂസാ തിന്ന് തിന്ന് ഞങ്ങൾ മടുത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഇറച്ചിയൊന്നും വേണ്ട. ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് പച്ചക്കറി വല്ലതും ഉണ്ടെങ്കിൽ താ, നോൺ വെജ് വേണ്ട, ഞങ്ങൾക്ക് വെജ് മതി എന്ന് പറഞ്ഞിട്ട് മൂസാ നബിയുടെ മുന്നിലേക്ക് വരുന്ന സൂറത്തുൽ ബഖറ പറയുകയാണ്, ഞങ്ങൾക്ക് ഉള്ളി മതി, കക്കരിക്ക മതി, സവോള മതി, ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് മതി, ഞങ്ങൾക്ക് പച്ചക്കറി മതി, ഞങ്ങൾക്ക് മന്ന് സെൽവ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു മൂസാ നബിയോട് പറയുന്നു, മൂസാ ചോദിക്ക്, അല്ലാഹു നിങ്ങൾക്ക് ഖൈറായ ഭക്ഷണമല്ലേ തന്നത്? ഖൈറായ ഭക്ഷണം പച്ചക്കറിയല്ലടോ. അതാര് പഠിപ്പിച്ചതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇറച്ചി തന്നെയാണ് ഖൈറ്, പച്ചക്കറിയല്ല. നാളെ എന്റെ നേരെ പൊങ്കാലയിട്ടാരും വരികയൊന്നും വേണ്ട, നിങ്ങൾ ഖുർആൻ പഠിച്ചാ മതി. ആ സമയത്തിരുന്ന് അല്ലാഹു ചോദിക്കുന്നു, അതസ്തബ്ദിലൂനല്ലദീ, അല്ലാഹു ചോദിക്കുന്ന നിങ്ങൾക്ക് ഖൈറായതിന് നിങ്ങൾ പകരമാക്കുകയാണോ? ഖൈറായത് കാടപ്പക്ഷിയുടെ ഇറച്ചിയാണ്, ഖൈറല്ലാത്തത് പച്ചക്കറിയാണ്. എന്തേ നിങ്ങൾ പച്ചക്കറി വേണമെന്ന വാശി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വെജിറ്റബിൾ മതി എന്ന് നിങ്ങൾ പറയുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾക്കത് മതി. അല്ലാഹു കൊടുത്ത നിഅമത്തുകളിൽ, പടച്ച തമ്പുരാൻ കൊടുത്ത നിഅമത്തുകളിൽ അവര് തൃപ്തിപ്പെടാതെ വന്നപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്, വളുരിബത് അലൈഹിമുദ്ദില്ലതു വൽ മസ്കന വബാഉ ബിഗളബിൻ മിനല്ലാഹ്. സൂറത്തുൽ ബഖറ 61ാമത്തെ സൂക്തം നിങ്ങൾ പഠിക്കേ. അല്ലാഹ് പറയുന്നു, വളുരിബത് അലൈഹിമുദ്ദില്ല, അവർക്കല്ല നിസാരത കൊടുത്തു, വൽ മസ്കന നിർഗതി കൊടുത്തു. അവർക്ക് നിസാരതയും നിർഗതിയും അല്ലാഹു കൊടുത്തു. വബാഉ ബിഗളബിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള കോപവുമായിട്ട് അവർക്ക് മടങ്ങേണ്ടി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയല്ലേ? എന്ത് തന്നാലും നമുക്ക് തൃപ്തി വരൂല. എത്ര പണം തന്നാലും നമ്മൾ വീണ്ടും വീണ്ടും പണം ആഗ്രഹിക്കുന്നവരാ. സ്വർണത്തിന്റെ ഒരു ചെരിവല്ല തന്നിരിക്കട്ടെ, രണ്ടാമത്തെ ചെരിവിനെ നമ്മൾ കൊതിക്കുന്നു. ഒരു കാർ എടുത്താല് പോരാ, രണ്ടാമത് കാറ് വേണം. ഒരു വീട് വെച്ചാ പോരാ, രണ്ടാമത് വീട് വേണം. രണ്ടാമത്തെ വീടിന്റെ കടം വന്നപ്പോ നമ്മൾ പറയുന്നു, കടത്തോട് കടം തന്നെ. എന്തിനാണോ നീ കിടക്കാൻ ഒരു കിടപ്പാടം ഉണ്ടാകിട്ട് രണ്ടാമതൊന്നു വെച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് തരുന്ന നിഅമത്തുകളിൽ പൊരുത്തപ്പെടാതിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അല്ലാഹ് പറയുന്നു, അല്ലാഹ് നിനക്ക് നിസ്സാരതയാണ് തരുന്നത്. അറിയുമോ? ഒരു ചെറിയ ഖുദ്സിയായ ഹദീസ് ഞാൻ പറയാ. അത് ലൈഫാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അർത്ഥവത്തായത് കൊണ്ട് ഞാൻ പറയുകയാണ്. മദ്രസയിലും പള്ളി ദറസുകളിലും പഠിക്കുന്ന, അറബി കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് അശറത്ത് കുതുബ് എന്ന് പറയുന്ന 10 കിതാബ് എന്ന് പറയുന്ന പണ്ട് കാലങ്ങളിൽ പഠിച്ചിരുന്ന ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതിലൊരു അധ്യായം തന്നെ കൊണ്ട് മുരിഖാത്തുൽ ഖുലൂബ്, ഹൃദയത്തെ നേർമയാക്കുകയാണ്, ഹൃദയത്തിന്റെ കാഠിന്യതയെ കുറയ്ക്കുകയാണ്, ഹൃദയത്തിന് നൈർമല്യം വരുത്തുകയാണ്. ആ കിതാബ്
കിതാബിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തെന്നറിയോ? ഇല്ലം തർള ബിമാ ഖസംതു ലക ലഉസല്ലിതന്ന അലൈക ദുനിയാ തർഖുലു ഫീഹാ കറഖ്ലിൽ വഹ്ശി ഫിൽ ബരിയാ. സഹോദരങ്ങളെ, അല്ലാഹ് പറയുകയാണ്, ഇല്ലം തർള ബിമാ ഖസംതു ലക, നിനക്ക് ഞാൻ ഓഹരി ചെയ്ത് തന്നതിൽ നിനക്ക് പൊരുത്തമില്ലെങ്കിൽ, നിന്റെ ജ്യേഷ്ഠന് നല്ല സമ്പത്ത് ഞാൻ കൊടുത്തു, നിനക്ക് ഞാൻ കുറച്ചേ തന്നിട്ടുള്ളൂ, എനിക്കറിയാം നിനക്ക് കുറച്ചേ തന്നോളൂ എന്നും അവന് കൂടുതൽ കൊടുത്തു എന്നും എനിക്കറിയാം, പക്ഷെ നിനക്ക് ഞാൻ അത്രേ തരാൻ വിരിച്ചിട്ടുള്ളൂ, ആ തന്നതിൽ നിനക്ക് തൃപ്തിയില്ലെങ്കിൽ അല്ലാഹു പറയുന്നില്ല ഉസല്ലിതന്ന അലൈക ദുനിയാ, അല്ലാഹു നിന്നെ ദുനിയാവിനെ അങ്ങോട്ട് അധികാരപ്പെടുത്തി തരും. സുബ്ഹാനല്ലാഹ്. ദുനിയാവ് പിന്നെ നമ്മളെ ഭരിക്കാൻ തുടങ്ങും. എടാ, മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ, അല്ലേ? അരയിൽ കനമുണ്ടെങ്കിലേ വഴി പേടിക്കേണ്ടതുള്ളൂ. നമുക്കിപ്പോ ഈ സമ്പത്തുള്ള ആളുകളൊക്കെ ഇപ്പൊ ആലോചിച്ചൊക്കെ ഇപ്പൊ എന്തായിരിക്കും ചിന്ത? പെണ്ണുങ്ങൾക്കൊക്കെ ചിന്ത, വീട്ടിൽ കള്ളം കയറുവോ, സ്വർണം എടുത്ത് അകത്ത് വെച്ചോ പുറത്തു വെച്ചോ, അലമാരയുടെ താക്കോല് വെളിയിലാണോ അകത്താണോ, 100 ടെൻഷനായിരിക്കും ഇപ്പോ. ഇതൊന്നും ഇല്ലാത്ത റെയിൽവേ പുറംപോക്കുകളിൽ ആരെങ്കിലും വലിച്ചെറിയുന്ന വേസ്റ്റിൽ നിന്ന് വറ്റുകൾ പറക്കിയെടുത്ത് പൊന്നുമക്കളുടെ തൊണ്ട നനച്ചു കൊടുക്കുന്ന പാവപ്പെട്ട ഭിക്ഷാടനം നടത്തുന്ന പട്ടിണി പേക്കോലങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. നോട്ട് പിൻവലിച്ച പാർക്കാ ടെൻഷൻ? കോടീശ്വരന്മാർക്ക്, മിഡിൽ ലെവലിലുള്ളവർക്ക് ടെൻഷൻ ഇല്ലാത്തൊരു സമൂഹം ഉണ്ടായിരുന്നു. ആരാ? ഒന്നുമില്ലാത്തവന്. അവനെന്ത് ടെൻഷൻ? നോട്ട് നിരോധിച്ചാലെന്താ, നോട്ട് പിൻവലിച്ചാലെന്താ, നോട്ട് പിൻവലിച്ചില്ലെങ്കിൽ എന്താ, കോവിഡ് വന്നാലെന്താ, കോവിഡ് വന്നില്ലെങ്കിൽ എന്താ, എന്തു പറഞ്ഞാൽ എന്ത് വന്നാലും അവൻ പാവപ്പെട്ടവൻ തന്നെ, അവൻ പാവപ്പെട്ടവൻ തന്നെ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നഷ്ടപ്പെടാനുള്ളത് ഒരുപാട് സമ്പാദിച്ചവനാണ്, അല്ലാത്തവന് ഒന്നും നഷ്ടപ്പെടാനില്ല. ദുനിയാവിനെ നിന്റെ മേലെ ഞാൻ അങ്ങോട്ട് അധികാരപ്പെടുത്തും. ദുനിയാവ് നമ്മളെ കാണുമ്പോ ദുനിയാവ് നമ്മളെ കൂടെ വരണം, അല്ല നമ്മൾ ദുനിയാവിന്റെ പുറകെ പോകരുത്, ദുനിയാവിന്റെ പുറകെ നമ്മൾ പോകരുത്. മഹാന്മാരൊക്കെ, ഒരുപാട് മഹാന്മാര് ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞവരാണ്, ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞവരാണ്. അവര് ദുനിയാവ് വേണ്ടാന്ന് പറയുമ്പോഴും ആളുകൾ ഇങ്ങനെ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുക. തങ്ങളെ, ഉസ്താദെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇത് കാണുമ്പോൾ ചിലർക്ക് അങ്ങോട്ട് കുരു പൊട്ടി ഒലിക്കുക. കാരണം എന്താ? ഉസ്താദന്മാർക്ക് എന്തെങ്കിലും കിട്ടുമ്പോ ഈ കുറ്റം പറയുന്ന ആളുകൾക്കൊക്കെ പറയാൻ പറ്റുന്നത് ഒറ്റ കാര്യമാണ്. എന്താണെന്നറിയോ? ഇവനൊന്നും പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കുന്നു, പണിയെടുക്കാതെ പൈസ കിട്ടുന്നു എന്നാണ് പരാതി പറയുന്നത്. ഈ ദീനീ പ്രബോധകരെ പറ്റി കേരളത്തില് ഇപ്പൊ പറയുന്ന ആളുകൾ എന്താ പറയുന്നതെന്നറിയോ? അവര് മോശക്കാരെന്നോ, അവര് കള്ളു കുടിക്കുന്നെന്നോ, അവര് വ്യഭിചരിക്കുന്നെന്നോ, അവര് ശിർക്ക് ചെയ്യുന്നെന്നോ ഒന്നും പരാതിയില്ല, അതൊന്നും പ്രശ്നമല്ല, അതൊന്നും പറയുന്നുമില്ല. പക്ഷെ അവര് പറയുന്നത് എന്താ? നിങ്ങൾക്ക് ശരീരം അനങ്ങാതെ പൈസ കിട്ടുന്നു, ശരീരം അനങ്ങാതെ ഭക്ഷണം കിട്ടുന്നു, അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടോ. നല്ല സമയത്ത് പഠിക്കണമായിരുന്നു, നല്ല സമയത്ത് പഠിക്കണമായിരുന്നു. അന്ന് പഠിക്കാൻ നീ തയ്യാറായില്ല, അതിന്റെ കുഴപ്പമല്ലേ? കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഇരിക്കുന്ന ആലിമീങ്ങളൊക്കെ ചൊറിയും കുത്തി പഠിച്ചവരാണ്. 8 കൊല്ലം പള്ളി ദറസിലും 2 വർഷം യൂണിവേഴ്സിറ്റികളിലും പഠിച്ച ഈ പണ്ഡിതന്മാര്, വാപ്പാക്ക് വയറുവേദന വന്നാൽ ഉസ്താദ് വിടൂല, ഉമ്മാക്ക് ഊരവേദന വന്നാൽ ഉസ്താദ് വിടൂല, പെങ്ങൾക്ക് പ്രസവ വേദന വന്നാൽ ഉസ്താദ് വിടൂല, ആ സമയത്ത് കല്യാണങ്ങൾ വന്നാ വിടൂല. അച്ചടക്കത്തോടെ പള്ളി ദറസുകളിലും അറബി കോളേജുകളിലും എല്ലാം ക്ഷമിച്ചും സഹിച്ചും പൊറുത്തും ഒക്കെ പഠിക്കുന്ന പാവപ്പെട്ട പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാര് അവസാനം ആദ്യം കൈക്കും പിന്നെ മതിരിക്കുമെന്ന് പറഞ്ഞ് പള്ളി ദറസുകളിൽ നമ്മളെ ഉസ്താദുമാർ ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് വല്ലാത്ത കയ്പാണിത്, പക്ഷെ മക്കളെ, നിങ്ങൾക്ക് മതിരിക്കുന്നൊരു ദിവസം ഉണ്ടാകും. ഈ സമൂഹത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോ, ഉസ്താദെ ഞങ്ങൾ കൊണ്ടുപോകാം ഭക്ഷണം കഴിക്കാൻ, ഉസ്താദെ ഞങ്ങൾ കൊണ്ടുപോകാം വെള്ളം കുടിക്കാൻ, ഉസ്താദെ ഞങ്ങളെ വണ്ടിയിൽ കയറണം എന്ന് പറഞ്ഞു വരുന്നത് കാണുമ്പോ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലടോ. നല്ല സമയത്ത് പഠിക്കണമായിരുന്നു. ഇനിയിപ്പോ ഈ അസൂയയും കഷണ്ടിക്കും കുശുമ്പിനും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ, ഈ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയുന്നത് പോലെ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കാതെ നിന്റെ മക്കളെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കേ. അപ്പൊ നിന്റെ മക്കളെങ്കിലും ഇതൊന്ന് സൂചിച്ചോട്ടെ.
ഇതിന് അസൂയപ്പെടുന്ന എന്തിനാണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊക്കെ അല്ലാഹു തആല തരുന്നത്, പടച്ചോൻ തരുന്ന ഒരു ഫളിലാണ്. അല്ലാഹു തരുന്ന ഒരു ഫളിലാണ്. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ജില്ലയിലുള്ള എന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങേ അറ്റം കർണാടകയോട് തൊട്ടുരുമി കിടക്കുന്ന ഈ പ്രദേശത്ത് വഅദിന് വിളിച്ചത് ഇവിടെ പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടാ ആണോ? എന്നെക്കാൾ വിവരമുള്ള, എന്നെക്കാൾ ഇബാദത്തുള്ള, എന്നെക്കാൾ പ്രൗഢമായ നിലയിൽ പ്രഭാഷണം നടത്താൻ കഴിവുള്ള ആളുകളായി ഇരിക്കുന്നത്. പക്ഷെ എന്താണ് അവരെ വിളിക്കാതെ എന്നെ വിളിച്ചത്? അള്ളാഹു എനിക്ക് തന്നൊരു ഫളല്, എനിക്ക് റബ്ബ് തന്നൊരു ഭാഗ്യം. ആ ഭാഗ്യം കണ്ടിട്ട് ആളുകൾക്ക് എന്തിനാണ് അസൂയ? അതിന്റെ ആവശ്യമില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വന്ന കാര്യം, സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ദുനിയാവ് നമുക്ക് വേണ്ടാന്ന് വെച്ച കൂടെ വരാൻ തുടങ്ങും. ദുഷ്ടശ്വാനനെ പോലെയാണ്. റോഡിലൂടെ നമ്മൾ നടന്നു പോകും. എന്താ പട്ടിയുടെ പ്രത്യേകത? നമ്മൾ ഓടിയാ കൂടെ ഓടും, നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് ഓടിയാ പട്ടി നമ്മുടെ മുമ്പേ അങ്ങോട്ട് ഓടും. അതാണ് തെരുവ് നായയുടെ സ്വഭാവം. ഭയങ്കര മൂച്ചോടുകൂടി നമ്മുടെ നേരെ ഇങ്ങനെ വരും. നമ്മൾ ഓടിയാ കൂടെ ഓടും. എന്നാ നീ ഒന്ന് പാടാ എന്നും പറഞ്ഞ് തിരിഞ്ഞങ്ങോട്ട് നിന്ന് നോക്കിയേ, പട്ടി അവിടെ നിൽക്കും. നമ്മൾ അങ്ങോട്ട് പോയാലോ പട്ടി അങ്ങോട്ട് പോകും. ഇതാണ് ദുനിയാവ്. നമ്മൾ ദുനിയാവിന്റെ പുറകെ പോയാൽ ദുനിയാവ് നമ്മളെ കൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകും. എത്ര കിട്ടിയാലും ആർത്തി തീരൂല. നമ്മൾ വിചാരിക്കും നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന്. കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്ക് മതിയാവുന്നില്ല. പക്ഷെ ദുനിയാവ് വേണ്ട, പോടാ നിന്റെ പണി നോക്കി. അല്ലാഹ്ക്ക് കുറെ ദാസന്മാരുണ്ട്, ഉലമാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹാന്മാരായ ഉഖറവിയായ പണ്ഡിതന്മാര് അല്ലാഹ്ക്കുണ്ട്. ഇന്നലില്ലാഹി ഇബാദൻ ഫുത്തന, അവര് ബുദ്ധിമാന്മാരാണ്. അവരുടെ ബുദ്ധി എങ്ങനെയാണ് വെളിവായത്? ദുനിയാവിനെ മുത്തലാഖ് ചൊല്ലി ദുനിയാവ് വേണ്ടാന്ന് വെച്ചു. വഖാഫുൽ ഫിത്തന, ആ ദുനിയാവിന്റെ ഫിത്നയെ പേടിച്ചു. അപ്പോഴോ ദുനിയാവ് ഒന്ന് പറയാൻ, നിങ്ങൾക്ക് എന്ത് വേണം. ഞാൻ പറഞ്ഞ സംഘടനയായി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ അങ്ങനെയാണല്ലോ, ഒന്നും മിണ്ടാൻ പറ്റൂല. നിങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. ഞാൻ ഒരു കാര്യം പറയാം. ഈ അടുത്ത സമയത്ത് കണ്ടത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ ചെറിയ വീടാന്നാണ് ഞാൻ കേട്ടത്. 100 കണക്കിന് ആളുകൾ, സമസ്തയുടെ മക്കൾ വന്നിട്ട് പറയാണ്, ഉസ്താദ് ഞങ്ങൾ വീട് വെച്ചുതരാം. അതൊന്നും അവർക്ക് വേണ്ട. നമ്മളോടെങ്ങാനും പറഞ്ഞാന്ന് ആലോചിച്ച് നോക്കിയേ, 1 വെച്ച് തരുമോ 2 വെച്ച് തരുമോ? അത് നമ്മളെ ചോദ്യം. കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന് തമിഴ്നാട്ടില് 50 കോടി രൂപയും 50 ഏക്കറും 10 കോടി രൂപയും. 50 ഏക്കറും 10, എനിക്കറിയാൻ ഈ വിവാദമാവുമെന്ന്. നിങ്ങൾ വിവാദമാക്കുമെന്നല്ല, ഇതാണല്ലോ വേറെ ഒരു കുത്തിത്തിരിപ്പിന്റെ ആളുകൾക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹക്കായ കാര്യമാണ്. അതുകൊണ്ടാണ് രണ്ടും പറഞ്ഞത്. സമസ്തയുടെ AP EKയും പറഞ്ഞത് അതുകൊണ്ടാ. 10 കോടി രൂപയും 50 ഏക്കറും. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കേരളത്തിലെ സ്ഥാപനം പോലെ ഞങ്ങൾക്ക് ഇവിടെ സ്ഥാപനം വേണം. ഉലമാക്കളുടെ പിന്നാലെ പണവുമായിട്ട് ആൾക്കാർ വരും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണ്? ദുനിയാവ് വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണ്. ആ ദുനിയാവ് വേണ്ട എന്ന് വെക്കുന്നവർക്ക് അല്ലാഹു തആല ദുനിയാവിനെ കൊടുക്കും. ഇനി ദുനിയാവ് വേണമെന്ന് വെച്ചാലോ, എത്ര കിട്ടിയാലും നിനക്ക് മതി വരില്ല. ദാർശനികനായ ഡയോജനിസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അടുത്ത പരിപാടി, നെക്സ്റ്റ് പ്രോഗ്രാം എന്താണ്? അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഏദൻ കീഴടക്കണം, അടുത്ത് പേർഷ്യ കീഴടക്കണം, പിന്നെ ഈജിപ്റ്റ് കീഴടക്കണം, അത് കഴിഞ്ഞിട്ട് ഓരോ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കണം, എന്നിട്ട് വിശ്രമിക്കണം. ദാർശനികനായ ഡയോജനിസ് ചോദിച്ചു, വിശ്രമിക്കാൻ അങ്ങാണെങ്കിൽ ഇത്രയും വെട്ടിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ? ചുമ്മാതെ വിശ്രമിച്ചാ പോരെ? കാരണം ആർത്തി തീരൂല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് അൽഹംദുലില്ലാ. എന്റെ ജ്യേഷ്ഠന് ഇത്ര കിട്ടി, എനിക്ക് ഇത്രയേ ഉള്ളൂ, അൽഹംദുലില്ലാ.
അവൻ അത്രയും കണക്ക് പറയണം, ഞാൻ ഇത്ര കണക്ക് പറഞ്ഞാൽ മതി, അങ്ങനെ ചിന്തിച്ചാ പോരെ. സമ്പന്നൻ ബാളിയൂരിലെ കോടീശ്വരൻ സ്വർഗത്തിൽ പോകുന്ന എപ്പോഴാണെന്നറിയോ? അവൻ പള്ളിയിൽ നിസ്കാരമുള്ളവനാണ്, ഇബാദത്തുള്ളവനാണെന്നിരിക്കട്ടെ, ബാളിയൂരിലെ ഒരു സമ്പന്നൻ. എന്നാൽ ഈ ബാളിയൂരിലെ ഒരു ദരിദ്രനുണ്ട്, അയാളും പള്ളിയിൽ വരെ നിസ്കരിക്കും, ഇബാദത്തുണ്ട്. രണ്ടുപേരും ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരുപോലെയാണ്. പക്ഷെ അദ്ദേഹത്തിന് അല്ലാഹ് അത്രയും സമ്പത്ത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരിൽ ആദ്യ സ്വർഗത്തിൽ പോകുന്ന ആരാ? പേടിക്കണ്ട, പറഞ്ഞോളേ, ആരാ പോകുന്നത്? ഇവിടെയാണ് പളപളപ്പ്, ഇവിടെയാണ് ടിപ് ടോപ്പ്. ചിന്തകന്മാര് പൊരിച്ച പപ്പടത്തോടും പൊരിക്കാത്ത പപ്പടത്തോടുമാണ് ഈ ദുനിയാവ് കിട്ടിയവനെ കിട്ടാത്തവനെ ഉപമിച്ചത്. ദുനിയാവ് കിട്ടിയവൻ എങ്ങനെയാണെന്നറിയോ? പൊരിച്ച പപ്പടം പോലെയാണ്. പൊരിച്ച പപ്പടം എന്ത് രസമാണ്, ഗോൾഡൻ കളറിൽ, തൊട്ടാൽ പ്ലപ് പ്ലപ് ശബ്ദം കേൾക്കും അല്ലേ? പൊരിക്കാത്ത പപ്പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പൊടിയും പിടിച്ച് എടുത്തിട്ട് അവിടെ കിടക്കും, എടുത്തപ്പുറത്തിട്ട് അവിടെ കിടക്കും, എടുത്ത് ഇവിടെ ഇട്ട് അവിടെ കിടക്കും. പൊരിക്കാത്ത പപ്പടം, അതാണ് പാവങ്ങൾ. ഒരു മൊഞ്ചും ഇല്ല, ഒരു ശബ്ദവും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നാശം ആർക്കാ? പൊരിക്കാത്ത പപ്പടം ഈ മുനാറത്തിന്റെ മണ്ടയിൽ കയറിയിട്ട് നിങ്ങൾ താഴെ എടുത്തിട്ട് നോക്ക്, അത് അവിടെ വന്ന് കിടക്കും. ഒരു പോറലോ ഒരു കീറലോ അതിനുണ്ടാവൂല. എന്നാൽ പ്ലേറ്റിൽ നിന്ന് മേശപ്പുറത്ത് വീണാ മതി, പപ്പടം പൊടിയും. പൊരിച്ച പപ്പടം. ആർക്കാ നാശം? സമ്പന്നന്മാർക്കാ. ദരിദ്രന് എന്ത് പ്രശ്നം? ഒന്നുമില്ല, ഒന്നുമില്ല. അതാ പറഞ്ഞത്, നിനക്ക് സമ്പത്തുണ്ടോ? പാവങ്ങൾ സ്വർഗത്തിൽ പോയി 440 വർഷം കഴിഞ്ഞിട്ടേ പണക്കാരൻ സ്വർഗത്തിൽ പോകൂ. ഔ കമാ ഖാല സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പാവപ്പെട്ടവൻ നേരെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹ് ചോദിക്കും, എന്തുണ്ട്? പടച്ചോനെ, നീ എന്തായി ചോദിക്കുന്ന? ബാളിയൂര് ജമാഅത്ത് മഹല്ല് കമ്മിറ്റി വെച്ച് തന്ന 1 സെന്റിൽ ഒരു വീട്, അതല്ലാതെ എന്താ എനിക്കുള്ളത്? ഒന്നുമില്ലല്ലോ. ക്ലിയർ ആണോ നിന്റെ ഇബാദത്തുകൾ? ഒരു പരിശോധന നടത്തിയിട്ട് കയറിക്കോ സ്വർഗത്തിൽ, സുന്ദരമായിട്ട് സ്വർഗത്തിൽ പോകും. അപ്പോഴാണ് അടുത്ത സമ്പന്നം വന്ന ബാളിയൂരത്തെ ചോദിക്കുക, എന്തുണ്ട്? പടച്ചോനെ, മടിക്കേരി എസ്റ്റേറ്റിൽ 10 ഏക്കർ, വിരാജ്പേട്ടയിൽ 50 ഏക്കർ, പിന്നെ സിതാംകുളിയിൽ 30 ഏക്കർ, പിന്നെ ബന്ദിപ്പൂര് ഒരു 10 ഏക്കർ, അതുപോലെ തന്നെ മൈസൂറിൽ ഒരു റൂമുണ്ട്, കാസർഗോഡ് 2-3 റൂമുകളുണ്ട്. അപ്പം അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും, അതെവിടെ നിന്നുണ്ടാക്കി, അതെങ്ങനെ ഉണ്ടാക്കി, അതിൻ്റെ മുതലാളിത്വ ബാധ്യത വീഡിയോ, അതിൻ്റെ സക്കാത്ത് കൊടുത്തോ, അതിൻ്റെ സ്വതക്കയുടെ മുതൽ കൊടുത്തോ, അതിൽ എന്തെങ്കിലും പലിശ കടന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ 40 കൊല്ലമാവും. അതാണ് അതിന്റെ കാര്യം. അല്ലാതെ പടച്ചവനോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാതെ വീണ്ടും വീണ്ടും ആർട്ടിയോടെ വേണമെന്ന് വാശി പിടിച്ചാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് അവന് എന്നും നിസാരതയാണ് അല്ലാഹു കൊടുക്കുന്നത്. അവന് നിർഗതിയാണ് അല്ലാഹു കൊടുക്കുന്നത്. അല്ലാഹു അവന് കോപമാണ് കൊടുക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ചില ആളുകൾ ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തുരസം, ദിക്റിനിടമില്ല, മദ്കൂറിനൊഴിയില്ല, നിക്കാരം നോമ്പ് സകാത്തും അടവില്ല. ഇവിടെ ഈ ദുനിയാവിൽ എനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം. ഇളം തെന്നലായത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായത്തും ലൈലാന്റെ സുഗന്ധം. ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം. ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തുരസം. സൂഫി പാട്ടുകളുടെ പേര് പറഞ്ഞ് പാടി ആളുകൾ പാടുകയാണ്. ഭ്രാന്തായാൽ
അതൊരു വല്ലാത്ത സുഖമാണെന്ന്. എന്നാൽ ഭ്രാന്ത് സുഖമല്ല. ഭ്രാന്ത് ഒരു തരം രോഗമാണ്. ഒരു ഭ്രാന്തനായ മനുഷ്യന് തമ്മീസില്ല, തക്ലീഫില്ല, അയാളോടൊരു കൽപ്പനയും ശരീഅത്തിനില്ല. അങ്ങനെയാണെങ്കിൽ ഭ്രാന്താകാൻ ആഗ്രഹിക്കാമോ? പാടില്ല. ഭ്രാന്താകാൻ ആഗ്രഹിക്കാൻ പാടില്ല. അതൊരു രോഗമാണ്. ഭ്രാന്തന് തമ്മീസില്ല, തക്ലീഫില്ല. അവന് മലമേതാണെന്നറിയില്ല, മൂത്രമേതാണെന്നറിയില്ല. ഇനി ചില ആളുകൾ അതിന് വിശദീകരണം പറയുകയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഭ്രാന്ത് ഞങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട ഇഷ്ടത്തിൽ ലയിക്കുന്നതാണ്. അതിന് ഭ്രാന്തെന്ന് പറയാറില്ല. അതിന് ഏറ്റവും വലിയ അറിവെന്നാണ് പറയുക. ഒരു മനുഷ്യൻ ലോകത്ത് അറിയുന്ന ഏറ്റവും വലിയ അറിവേതാണ്? അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്. ആ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് ഭ്രാന്തല്ല. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. സഹോദരങ്ങളെ, ആ കവിതയുടെ പേര് പറഞ്ഞ ആളുകൾ പറയുകയാണ്, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈടവഴിയെ വരണം അവളുടെ നിർബന്ധം ഭ്രാന്തായാൽ. അതായത് ലൈല എന്ന് കവി അവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? അല്ലാഹു ആണത്രേ. അങ്ങനെ വിശദീകരണം പറയുകയാണ്. ആധുനിക സൂഫി പാട്ടുകൾ പാടി ചില ആളുകൾ ലൈല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു കാമുകിയാണ്. ഏതാണ് ആ കാമുകി? നിങ്ങൾ ആഗ്രഹിച്ച പോലെ ദുനിയാവിലെ ഏതെങ്കിലും പെണ്ണിന്റെ പേരല്ല. പിന്നെയോ നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്ന, ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിച്ച അല്ലാഹു ആകുന്ന കാമുകിക്ക് ഞങ്ങളുടെ പേരാണ് ലൈല. അങ്ങനെ പേരിടാൻ പാടുണ്ടോ? അല്ലാഹുവിന് 99 നാമങ്ങളില്ലേ? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്. യാ അല്ലാഹു, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ, യാ മുതകബ്ബിർ, യാ ഖാലിഖ്, യാ ബാരിക്, യാ മുസബ്ബിർ, യാ ഗഫാർ, യാ ഖഹാർ, യാ വഹാബ്, യാ റസാഖ്, യാ ഫത്താഹ്, യാ അലീം, യാ ഖാബിദ്, യാ ബാസിത്ത്, യാ ഖാഫിദ്, യാ മുദിൽ എന്ന് തുടങ്ങി 99 നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചില്ലയോ? ആ നാമങ്ങളിലിടത്തും ലൈല എന്ന നാമത്തെ അല്ലാഹു പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഈ പാട്ടുകാര് അല്ലാഹുവിനെ ലൈലയോട് ഉപമിക്കുന്നത്? ഏത് ലൈല? അല്ലാഹുവിന് അങ്ങനെ ഒരു പേരെന്തിനാണ്? എത്രയോ മഹാന്മാർ അല്ലാഹുവിനെ പ്രണയിച്ചു, അല്ലാഹുവിനെ മഹബത്ത് വെച്ചു, അല്ലാഹുവിനെ അവർ ഇഷ്ടം വെച്ചു. അല്ലാഹുവിന്റെ ഇഷ്ക് കൊണ്ട് അവരുടെ കൽബുകൾ നിറഞ്ഞു. ഏറ്റവും വലിയ പ്രേമം അല്ലാഹുവിനെ പ്രേമിച്ചതാരാണ്? ഏറ്റവും വലിയ സ്നേഹം അല്ലാഹുവിനെ സ്നേഹിച്ചതാരാണ്? അത് കൽബിന്റെ വിളക്കേ, മാർഗദർശനത്തിന്റെ മാതൃകാ യോഗ്യമായ മാർഗദീപമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരാമർശങ്ങളിൽ എവിടെയെങ്കിലും അല്ലാഹുവിനെ ലൈല എന്ന പേര് കൊണ്ട് പരാമർശിച്ചോ? ഇല്ല. അതുകൊണ്ട് ആധുനിക സൂഫി പാട്ടുകൾ പാടുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നല്ലതായിരിക്കാം, പക്ഷേ അല്ലാഹുവിനെ പരാമർശിക്കുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ ജലാലത്തിനോട് യോജിക്കാത്ത പേരുകൾ അല്ലാഹുവിനെ വിളിക്കല്ലേ. അത് സൂഫി പാട്ടുകളുടെ പേരിലായിരുന്നാലും ആത്മീയതയുടെ പേരിലായിരുന്നാലും. ഇന്ന് ആത്മീയത കച്ചവടമായ കാലമല്ലയോ? ആത്മീയത കച്ചവടമായ പുതിയ കാലത്ത് അല്ലാഹുവിനെ എന്തിനാണ് ഇത്തരം മോശമായ പേരുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്? അത് തെറ്റാണ്. അതാര് ന്യായീകരിച്ചാലും അത് തെറ്റാണ്. പാട്ടെല്ലാം വന്നില്ലേ? ഭ്രാന്തായാൽ എന്തു സുഖം അല്ലെ, സക്കറാത്തുൽ മൗത്ത് അല്ലെ, അങ്ങനെല്ലാം പാട്ട്. അതൊക്കെ സൂഫി ഘനങ്ങളാണ്. അത് ചിലപ്പോ ഞമ്മക്ക് അർത്ഥം വെക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. ഇടയ്ക്കൊരാൾ അറിഞ്ഞു സക്കറാത്തുൽ മൗത്ത് സുഖം, അതെങ്ങനെ സുഖാന്നേന്ന് ചോദിച്ചു അല്ലേ? സക്കറാത്തുൽ മൗത്ത് എന്ത് രസം, അത് രസമാവോന്ന് ചോദിച്ചു. ഭ്രാന്ത് സുഖമായവർക്ക് സക്കറാത്തുൽ മൗത്ത് രസവും ആകാം. അതൊക്കെ ആന്തരിക ഉള്ളിൽ നിന്നുള്ള ചില വാക്കുകളാണ്. അതിനൊക്കെ നമ്മളിങ്ങനെ അർത്ഥം വെച്ച് വയൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു പ്രത്യേകതരം സൂഫിയാക്കൾ, മഹാരഥന്മാർ, മഹത്തുക്കൾ അവരുടെ ചില ഹാലുകളിൽ അവർ പറയുന്ന പലതിനും കാരണം ഈ സക്കറാത്തിന്റെ വേളയിൽ ആരിഫീങ്ങൾ ഖാലിഖായ റബ്ബിനെ കാണുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്മയും തിന്മയും ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക യൗമ ഹദീദ്.
സക്കറാത്തിന്റെ വേളയിലെല്ലാം കാണുന്നുണ്ട്. കണ്ണിന് മൂടികളില്ല. അസ്രായേലിനെയും കാണുന്നുണ്ട്. അവരെല്ലാം കാണുന്നുണ്ട്. അവർ റബ്ബിനെ കാണുന്നത് കൊതിച്ചുകൊണ്ടാ. അതാ സക്കറാത്തിൽ മൗത്ത് എന്ത് രസമെന്ന് പറയുന്നത്. ഖാലിഖായ റബ്ബിനെ കാണാനുള്ള സമയം അവർക്കെത്തുമ്പോ അവർക്കതാണ് മരണം എന്തായാൽ എന്ത് സുഖം. ഞാൻ ആ പാട്ടിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു. ഇതാണ് പാട്ട്. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും ഉരുകി നിൻ ആത്മാവിനഴങ്ങളിൽ വീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം എന്ന് പ്രണയത്തോടെ പാടാറില്ല. ആ പാട്ടെന്ത് വരിയാണ്. ഭ്രാന്തായാൽ എന്ത് സുഖം. പടച്ചവനെ നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത് ഓർക്കുമ്പോ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട്. ഭ്രാന്തായാൽ എന്ത് സുഖമായിരുന്നു. ഈ പെരിന്തൽമണ്ണ അങ്ങാടിയില് മുടി ഇങ്ങനെ ജട പിടിച്ച് ശരീരം ഇങ്ങനെ കറുത്ത് കരുവാളിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ഭ്രാന്തൻ നടന്നാൽ അവനെ നമ്മൾ ആട്ടിയോടിക്കും. അവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ മൂക്കുപൊത്തും. ചായക്കടയിൽ പോയാൽ ചൂടുവെള്ളം ഒഴിക്കും. സർവരാലും ആട്ടിയോടിക്കുന്ന ഭ്രാന്തനായിരുന്നെങ്കിൽ പടച്ചവനെ അവനെന്ത് ഭാഗ്യവാനാണ്. നാളെ മരിച്ചു കഴിഞ്ഞാൽ അവന് കബറിൽ ചോദ്യമില്ലല്ലോ. അവന് നാളെ പടച്ചവന്റെ മുമ്പിൽ നിസ്കാരത്തെ കുറിച്ച് ഹിസാബില്ലല്ലോ. പെരുന്തൽമണ്ണ ജുമാ മസ്ജിദില് ബാങ്ക് വിളിക്കുന്ന ആ ഭ്രാന്തം കേട്ടിട്ടുണ്ട്. പക്ഷേ അവൻ ആക്കിലല്ല. അവന്റെ ചെവിയിലത് കേട്ടാലും അവന് നിസ്കാര നിർബന്ധമില്ല. അപ്പുറത്ത് വലിയ കടയും ജൂവലറിയും നടത്തിയ അല്ലെങ്കിൽ വലിയ തലപ്പാവും കെട്ടി നടന്ന എനിക്കത് ബാധകമാണ്. ഞാൻ നിസ്കരിച്ചില്ലല്ലോ. ചായക്കടയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവനെ ആട്ടി ഓടിച്ചതുപോലെ സറാബീലുഹും മിൻ ഖതറാനിൻ വതഗ്ശാ വുജൂഹഹും അന്നാർ. ഉരുകിയൊലിക്കുന്ന ടാറിന്റെ വസ്ത്രമിട്ട് എന്നെ നരകത്തിലോട്ട് ആട്ടി ഓടിക്കുമല്ലോ റബ്ബേ. ആ ഭ്രാന്തന് ഹിസാബില്ലല്ലോ. അവന് മീസാനില്ലല്ലോ. അവന്റെ പടച്ചവന്റെ മുമ്പിൽ ഒരു സമാധാനവും അവന് പറയേണ്ടി വരില്ലല്ലോ. പക്ഷേ അഹമ്മദ് കബീർ അങ്ങനെയല്ല. ഈ വഅദ് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നോ? നീ നിസ്കരിച്ചിരുന്നോ? നിന്റെ സമ്പത്തിന് സക്കാത്ത് കൊടുത്തിരുന്നോ? നിന്റെ കുടുംബ ബന്ധത്തോട് നീ നീതി പുലർത്തിയിരുന്നോ? നിന്റെ ഭാര്യയോടുള്ള കടമകൾ നീ പൂർത്തീകരിച്ചിരുന്നോ? സഹോദരാ, എത്രയെത്ര ചോദ്യങ്ങൾ നേരിടണം. അല്ലാഹുമ്മ ഹസ്ബിനാ ഹിസാബൻ യസീറാ. അല്ലാഹു നമ്മുടെ അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ദിവസം അല്ലാഹു പേടിയില്ലാതെ സന്തോഷത്തോടെ നിൽക്കാൻ അല്ലാഹുവേ പടച്ചവനെ വലക്കിഹി മിൻക നളറതൻ വസുറൂറാ. സന്തോഷത്തോടെ അല്ലാഹുവിനെ കണ്ടെത്താൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാര്, ആമീൻ പറയും മനുഷ്യന്മാര്. നമ്മളവനെ ഭ്രാന്തനെ നാട്ടി ഓടിക്കും. പക്ഷെ